ഫ്രീഡം ഫ്ലോട്ടില കപ്പലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ ജയിലിൽ അടയ്ക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഗസയിലേക്ക് സഹായവുമായി പോയ കപ്പൽ ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. കപ്പലിൽ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് അടക്കം 12 സന്നദ്ധ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. BK സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, തട്ടിക്കൊണ്ടുപോയവർ നിലവിൽ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളുണ്ടോ? സച്ചിൻ, ഇപ്പോൾ ഈ 12 ആക്ടിവിസ്റ്റുകളുടെയും ഭാവിയെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ ഉയരുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേലിൻ്റെ തടവിലാണ് ഇപ്പോൾ ഈ 12 പേരുമുള്ളത്. ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള പ്രമുഖരായ ആളുകൾ ഉള്ളത്. അവരെ ജയിലിലടക്കണമെന്നും അവരെ ഏറ്റവും എല്ലാവരെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുറം ലോകവുമായുള്ള ബന്ധവും പരസ്പരം തമ്മിലുള്ള ബന്ധവും ഇല്ലാതെയാക്കുന്ന തരത്തിലായിരിക്കണം അവരെ ജയിലിലടക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് ഇസ്രായേലിലെ അതിതീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻഗവീർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് നേരത്തെ ഇവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കും എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. എങ്കിൽ അവരെ പാഠം പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പോൾ എവിടെയാണ് അവരുള്ളത് എന്ന കൃത്യമായൊരു വിവരം ഇസ്രായേൽ നൽകുന്നില്ല. ഉടൻ തന്നെ അവരെ ജയിൽ സെല്ലുകളിലേക്ക് മാറ്റണമെന്നും അവർക്ക് മൊബൈൽ ഫോണോ TV-യോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത രൂപത്തിലായിരിക്കണം അവരുടെ ജയിൽവാസം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. UN അടക്കമുള്ള സംവിധാനങ്ങൾ അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നു. അതേപോലെ തന്നെ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളും ഇസ്രായേലിലെ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഗസയിൽ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകാനുള്ള യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഫ്രീഡം ഫ്ലോട്ടിൽ.